ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ലെഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഫി ഷോപ്പിലാണ്. കോഫി ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, അറബികളുടെ ഒരു ചായക്കട അതേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇവരിവിടെ സെർവ് ചെയ്യുന്നത് ബ്ലാക്ക് ടീയുടെ കുറേ വെറൈറ്റികൾ, ഗ്രീൻ ടീ, ഐസ് ടീ, പിന്നെ ഒരു ടൈപ്പ് അറബിക് ദോശ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ട്, മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഇവിടുത്തെ വെറൈറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരും. മുഹമ്മദ്, क्या क्या है आपका पास? आपको मेरे को दुकान में ब्लैक टी है, चाय हबाग, चाय नाना, चाय जाफरान, चाय मोरमिया, आइस टी, ब्लैक कॉफ़ी, कॉफ़ी अरबी, फ्रांसी कॉफ़ी, चाय में मसाला डालते हैं, ग्रीन टी है, आइस टी बीच, चाय में फ्लावर डालते हैं, ब्लैक टी में റോസ് ഫ്ലവർ ആണ് കാണിച്ചത്, ചായയിലിടുന്നിടുന്നതാണ്. അപ്പുറത്തൊക്കെയുള്ള പീച്ച് എന്ന് പറയുന്നത് ഐസ് ടീയിലിടുന്നത്, അതിന്റെ മസാലയാണത്. ब्लैक टी का ചായപ്പതി, चाय का मसाला है, मिक्सबेरी का मसाला है. അത് ഐസ് ടീ, മിക്സ് ബെറി ഐസ് ടീയുടെ മസാലയാണത്. അടുത്ത് കുറേ ഉണ്ട്. പിന്നെ അപ്പുറത്തിരിക്കുന്നത് ഡ്രൈ ലെമൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചായയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി ഹബക് നാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചായ ഉണ്ടാക്കുന്നത്, അറബികളുടെ ഒരു സ്പെഷ്യൽ ചായയാണത്. ഓക്കെ, ഇത് ഹബക് എന്ന് പറഞ്ഞ ലീഫാണ് ഈ ഫസ്റ്റ് കാണുന്നത്. ഇവർ നാന എന്ന് പറയുന്നത് പുതിനയ്ക്കാണ്, അതാണിത്. ഇതാണ് ഹബക്. ഇത് ഇവരുടെ അറബികളുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചായയാണ്. ഇതിവിടെ ഇങ്ങനെ ഒരു അടുപ്പ് പോലുള്ളൊരു സാധനമാണ്. അതിൻ്റെ മുകളിൽ ഇവർ നമ്മുടെ വാക്സിൻ്റെ തീ ഉണ്ടല്ലോ, അടിയിൽ നമ്മൾ തീ കത്തുന്ന പോലെ അത് വെച്ചു. അതിൻ്റെ മുകളിലാണ് ഇനി ചായ ഇവർ വെക്കുന്നത്. ഈ സാധനം എന്ന് വെച്ചാൽ ഇതിൽ इसमें क्या क्या डाला है ये चाय में? चाय में हबक चाहिए तो हबक इधर डालो, नाना चाहिए तो नाना इधर डालो, ओके ओके. इसका अंदर अभी क्या क्या है? अंदर चाहिए बस चाय पत्ती डाल के. चाय सिलोनी बुखार है, सिलोन से आता है, मतलब श्रीलंका से आता है. लिप्टन नहीं है. लिप्टन नहीं, वो दिखा सकता है चाय पत्ती? ഇതാണ് ഈ ചായ. സിലോൺ എന്ന് പറഞ്ഞത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ചായപ്പൊടിയാണിത്, അത് വെച്ചിട്ടുണ്ടാക്കുന്നതാണത്. അപ്പോൾ അതിങ്ങനെ ഇങ്ങനത്തെ ഒരു ജഗ്ഗിലാണ് അവർ സെർവ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു തരുന്നു. അത്യാവശ്യം നല്ല കടുപ്പുള്ള ചായയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഇത് കനാം പോലത്തെ ഇത് ഹബാക്ക്, അതായത് ഇവരുടെ ഹബാക്ക് എന്ന് പറഞ്ഞാൽ എല്ലോ വേണമെങ്കിൽ അത് ഇട്ടിട്ടുവാണെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ അതിന് ടോട്ടലി ടേസ്റ്റ് മാറും. അതിട്ടുള്ള ചായയാണത്. ഈ മെഷീനിലാണ് അവർ ചായ ഉണ്ടാക്കുന്നത്. ഈ രണ്ട് കാണുന്ന പൈപ്പ് ഇതിലൂടെ ചൂടുവെള്ളം വരുന്നതാണ്. പിന്നെ ഈ മുകളിൽ വെച്ചിട്ടുള്ള 4 ജഗ്ഗിൽ അതിൽ ചായപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ചൂട് അതിലേക്ക് വരുന്നതാണ്. അതിൽ ചായപ്പൊടി തിളപ്പിച്ച് ആ ജഗ്ഗിൽ നിന്നാണ് ചായയുടെ ഡിക്കേഷൻ ഒഴിക്കുന്നത്. താഴെയുള്ള പൈപ്പിൽ നിന്ന് വെള്ളവും വരുന്നത്. ഇതാണ് ഇവരുടെ ഹബാക്ക എന്ന് പറഞ്ഞ ഇലയിട്ടുള്ള ചായ. ഇതിൽ അത്യാവശ്യം നല്ല കടുപ്പുള്ള ചായയാണ്. ഇതാണ് ഹബാക്ക് എന്ന് പറഞ്ഞ ചെടിയുടെ ഇല. ഇതാണ് ചായയിലിടുന്നത്. ഇതിടുമ്പോൾ അത്യാവശ്യം ടേസ്റ്റ് നല്ല രീതിയിൽ മാറുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടെ ഒരു ചായ സെർവ് ചെയ്യുന്നത്? ഇതുപോലെ ഒരു ജഗ്ഗിൽ അതിൽ ചായയാണ്. പിന്നെ 2 ടൈപ്പ് ലീഫ് കൊടുക്കും. ഈ ഹബാക്ക എന്ന് പറഞ്ഞ ലീഫ്, അതുപോലെ പുതിന ലീഫ്, പിന്നെ അതിൻ്റെ കൂടെ അങ്ങനെ കുറച്ച് റോസ്റ്റഡ് ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ മുത്തസറ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതായത് നമ്മുടെ ബിസ്ക്കറ്റൊക്കെ പോലുള്ളൊരു സാധനമാണ്, കുറച്ച് ക്രിസ്പി ആയിട്ട്, അതാണത്. ഇതിലുള്ള ഒരു 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജഗ്ഗിൽ 4 പേർക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ചായ ഇതിനകത്ത് ഉണ്ടാവും. 30 റിയാലാണ് ഇതിന് വരുന്നത്. ഏകദേശം നാട്ടിൽ 660 രൂപ ആണ് ഇതിന് കോസ്റ്റ് വരുന്നത്. ഇവിടെ ഇത് കൂടാതെ ഇവരുടെ ഒരു അറബിക് സ്റ്റൈലിൽ ദോശയുണ്ട്. അതുണ്ടാക്കുന്ന കുബൂസ് പോലത്തെ കുബൂസ് റാഖൽ, അറബിക് ടൈപ്പ് ദോശ. അതിൻ്റെ പേരാണ് കുബൂസ് റാഖൽ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ആട്ടയും അതുപോലെ അതിൻ്റെ മുകളിൽ ചീസൊക്കെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇവരുണ്ടാക്കിയിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മാവ് ഉണ്ടാക്കുന്നത് ആട്ട ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ആട്ട അതുപോലെ ചീസ്, ऊपर चीज़ डालते हैं. कौन सा
अच्छा, कौन सा चीज़ डालता है? अलमरा कौन सा, मोज़रेला? मोज़रेला और जो शरेडर मोज़रेला ബട്ട് ആ ഷ്രെഡർ കറക്കെ ആ ഓക്കെ ഓക്കെ ആ ഇതിൻ്റെ മുകളിൽ അവർ മൊസറല്ല ചീസാണ് ഇടുന്നത്. ഇങ്ങനെയാണ് അവർ ദോശ ഉണ്ടാക്കുന്നത്. ये मावा में क्या क्या मिक्स होता है सर? कोई सिर्फ बस आटा? अच्छा ഓക്കെ ഓക്കെ. ആ ഇത് വെറും ആട്ടയാണ് ഇതിൽ ഈ മാവിൽ മിക്സ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഹണി ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ തരും, ചീസ് വേണമെങ്കിൽ ചീസ് തരും. അതൊക്കെയാണ് ഇതിൻ്റെ. കാരണം അറബ്സ് ഏറ്റവും കൂടുതൽ ചീസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഇത് ചോയ്സ് കൊടുത്തിട്ടുള്ളത്. ഈ മധുരം വേണ്ടവർക്കാണെങ്കിൽ തേൻ ഒഴിച്ചിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഇത് ഒരു പുതിയൊരു അറിവായിരുന്നു ഇവിടെ വന്നിട്ട്. കാരണം ഇവിടെ കോഫി ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ കോബാർ ഏരിയയിൽ. കാരണം അറബികൾക്ക് കോഫി എന്ന് വെച്ചാൽ അത്രത്തോളം പ്രിയമുള്ളൊരു സംഭവമാണ്. പിന്നെ ഇവരുടെ അടുത്ത് കോഫിയിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഈ ഇരിക്കുന്ന ബോട്ടിലൊക്കെ ഓരോ ടൈപ്പ് ഫ്ലേവേഴ്സാണ്. അതായത് കുങ്കുമപ്പൂവ്, റോസ് ഫ്ലവേഴ്സ്, അതുപോലെ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ബാക്കിയുള്ള ഡ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ജാതിപത്രി, ഗ്രാമ്പൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ള പിന്നെ ഡ്രൈ ലെമൺ, അതൊക്കെ ഇട്ടിട്ടുള്ള ഓരോ ടൈപ്പ് ഓഫ് ടീ ഇവിടെ ഉണ്ട്. നമ്മുടെ ദോശ ആയിക്കഴിഞ്ഞു ഏകദേശം. अभी क्या ये क्या डालता है? चीज़ डालता है. चीज़ है. അതിൻ്റെ മുകളിൽ ഇപ്പോൾ ചീസ് അവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. पोटैटो कौन सा पोटैटो है? अच्छा चिप्स है. स्पाइसी हाँ ओके. अच्छा അതിൻ്റെ മുകളിൽ അവർ പൊട്ടാറ്റോ ചിപ്സ് ഇടുന്നുണ്ട്. अच्छा ऐसे आता है. ओके 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 ओके. ओके ഓക്കെ. ഇത് ഇങ്ങനെയാണ് ഈ ദോശ വരുന്നത്. നമ്മുടെ നാട്ടിൽ പ്ലേറ്റിലാണ് കഴിക്കാൻ തരുന്നത് വെച്ചാൽ ഇതിങ്ങനെയാണ് കഴിക്കാൻ തരുന്നത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതെങ്ങനെയുണ്ട്, കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഒരു ദോശ നല്ല ടേസ്റ്റുള്ളതാണ്. ചീസുമൊക്കെ കൂടെ വരുമ്പോൾ പിന്നെ പൊട്ടാറ്റോ ചിപ്സ്, പിന്നെ ഈ മാവ് ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മാവാണ്. നന്നായിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഫോൾഡ് ചെയ്ത് തന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. പ്ലേറ്റൊന്നുമല്ല. ഇതിൻ്റെ കൂടെ വേറെ ചട്നിയോ വേറെ മസാലകളൊന്നുമില്ല, സാമ്പാറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. പക്ഷെ ഇത് ചീസ്, ആ ചീസ് ക്രീം ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ചായപ്പൊടിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത് ശ്രീലങ്കയിൽ നിന്ന് വരുന്നതാണ്. സിലോൺ ബ്ലാക്ക് ടീ എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ പേരുള്ളത്. ഇത് 1/2 കിലോൻ്റെ പാക്കറ്റാണ്. ഇതിന് നമ്മുടെ നാട്ടിൽ ഏകദേശം 1450 രൂപ വരുന്നുണ്ട് 1/2 കിലോന്. ഇതാണിത്. ഇത് പൊടിയല്ല, ഇത് ആ ലീഫ് നമ്മൾ എന്താ പറയുക, പൊടിയായിട്ടില്ല, അതുപോലെ തരികളാണ്. പക്ഷെ വലിയ തരികളാണിത്. അങ്ങനത്തെ സംഭവമാണ്. ഇതിവിടെ ഷോപ്പിൽ സെയിലിനും വെച്ചിട്ടുണ്ട്. അതായത് അറബികൾ ഭയങ്കരമായിട്ട് ചായയുടെയും കോഫിയുടെയും ആരാധകരാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇഷ്ടംപോലെ കോഫി ഷോപ്പുകളുണ്ട്. ഓരോ ടൈപ്പ് കോഫികളാണ് ഓരോ കോഫി ഷോപ്പിലുള്ളത്. ഇവിടെ ചായ കുടിക്കാൻ വന്ന 2 അറബ് സ്ത്രീകളുണ്ട്. അപ്പോൾ അവരോട് ഇവിടുത്തെ ചായൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. Hi, my name is Farah. I'm from Saudi Arabia and today I'm having this tea at Love Tea. The vibes of the place, the taste of the tea, everything is perfection. I totally recommend that you come here when you visit Saudi. It is the best place, wallahi. The best place, the vibes, everyone, the workers. It's such an amazing place. ഇവിടുത്തെ അറബികൾ പൊതുവേ ചായ കാപ്പിയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഞാനിവിടെ കോബാറിൽ വന്നതിന് ശേഷം ഈ കോബാർ, ദഹ്റാൻ ഈ ഏരിയയിലൊക്കെ ഒരുപാട് കോഫി ഷോപ്പുകൾ, അതായത് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഫ്ലേവറുകളുള്ള കോഫി ഷോപ്പുകളാണ് ഇവിടെ ഓരോന്നുള്ളത്. ഒരുപാട് കോഫി ഷോപ്പിൻ്റെ വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ
അപ്പോൾ അതിൽ പെട്ടതൊന്നാണിത്. ഇതൊക്കെ ഇവിടുത്തെ ഭൂരിഭാഗം കോഫി ഷോപ്പുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. പിന്നെ ഇവിടത്തേക്ക് തിരക്കെന്ന് പറഞ്ഞാൽ രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ ഈ കോഫി ഷോപ്പുകളൊക്കെ വളരെയധികം ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കോഫി ഷോപ്പിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.